അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സമയം രാവിലെ 7:30 മണിയാണ്. ഞങ്ങളെല്ലാവരും പോകുന്നത് ഡ്രീം വേൾഡിലേക്കാണ്. തൃശ്ശൂരുള്ള അതിരപ്പള്ളി റോഡിലുള്ള ഡ്രീം വേൾഡിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നല്ല ഉറക്കമത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, കൂടാത്തതിന് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉറക്കം ഫുള്ളാവാത്ത കാരണം എല്ലാവരും അവിടെ എത്തുന്ന വരെ ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡിലെത്തി. അയ്യാൻ എവിടേക്കാ വന്നിക്കണ്? ഡ്രീം വേൾഡ്. അയ്യാനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം അയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ വാട്ടർ തീം പാർക്കാണ് അവന് ഏറ്റവും ഇഷ്ടം. എപ്പോൾ വന്നാലും ഞങ്ങൾ ഫ്ലോറയിലാണ് പോവാറ്, വളാഞ്ചേരി. അപ്പോൾ അവിടെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയ കാരണം ഇപ്പോൾ ഇവിടെ വന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിട്ട് ഫസ്റ്റ് ട്രെയിനിലാണ് പോണത്. ഈ ട്രെയിനിൽ ഫുള്ള് ഡ്രീം വേൾഡ് മൊത്തം ചുറ്റി കാണാം. ത്രീ ഡി ഹൊറർ ഹൗസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്, നമ്മുടെ ഞാവൽപ്പഴം. ഈ ഞാവൽപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഞാവൽപ്പഴം ഇഷ്ടമാണ്. ഇവിടെ വന്നവരൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മരത്തും അത്യാവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങളും തുടങ്ങി പറക്കാൻ. നമ്മുടെ അവിടുത്തെ ഞാവൽപ്പഴം പോലെയല്ല, ഇത് കുറച്ചുകൂടി ഒരു ചെറിയ സൈസാണ്. അപ്പോൾ എല്ലാവരും പറക്കൽ തകൃതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഉമ്മാടി ചോദിക്കുകയാണ് ഒരെണ്ണം നല്ലത് എനിക്ക് തരാൻ. ഹിറാക്ക് നല്ല പനി ഉണ്ടായിരുന്നു തലേ ദിവസം, അപ്പോൾ അതാണ് അത്ര ഉഷാറില്ല ആൾക്ക്. അടുത്ത് ഞങ്ങൾ കയറുന്നത് സ്നോയിലേക്കാണ്. ഒരു ചെറിയ റൂമിൽ സ്നോ സെറ്റപ്പൊക്കെയാണ്. ഉമ്മി നസീമാത്തയും ആലിയമോളും ഹീറയും കയറിയില്ല, ബാക്കി ഞങ്ങളെല്ലാവരും കയറി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായി നല്ല തണുപ്പുണ്ടായിരുന്നു. കുട്ടികളൊന്നും അകത്തേക്ക് കൊണ്ടുവരണം നന്നായി തോന്നി. പിന്നെ ഏജുണ്ടായിരുന്നു കുറച്ച്, അവൾക്ക് പിന്നെ വലിയ തണുപ്പ് പ്രശ്നമില്ല. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ പുറത്തൊക്കെ പോയി. അടുത്ത പിന്നെ ഞങ്ങൾ ഫുഡിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. Kira?
അടുത്തൊരു വ്ളോഗർ, അറിയപ്പെടാത്ത വ്ളോഗർ. എന്താ ഇഷ്ടം? ഹിറമോൾക്ക് പനിയുള്ള കാരണം അവൾ അങ്ങനെയായിട്ട് വെള്ളത്തിൽ ഇറക്കിയില്ല. അപ്പോൾ റിനു ഒന്ന് വെള്ളത്തിൽ ഇറക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ആളാകെ പേടിച്ചിങ്ങനെ ഇങ്ങനെ പൊന്തിക്കണ കാരണേ. റെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ ട്രെയിനിലാണ്. അത് നല്ല പേടിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ അത്ര പേടിക്കാനൊന്നും ഉണ്ടായില്ല, നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിൽ കണ്ട് ചാടി വീഴുന്ന ഒരു ടൈപ്പായിരുന്നു. മെയ്സൂനെ കയറ്റാൻ പറ്റില്ല, ചെറിയ കുട്ടികളെ കയറ്റാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്യൂബിലൊക്കെ പോയി. തിരക്ക് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ആലിയമോൾ ഇതാ ബയ്യാനായിട്ട് നല്ല കളിയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഗാർഡൻ പോലൊരു ഏരിയ ഉണ്ട്, അവിടെ വന്ന് ഊഞ്ഞാലും സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലാടി ഫോട്ടോസൊക്കെ എടുത്ത്. തീരെ വെള്ളത്തിലൊന്നും ഇറങ്ങാത്ത കാരണം കുറച്ച് നേരം ഈ ഏരിയയിൽ കളിച്ചോട്ടെ വിചാരിച്ച്. നീറ പോയിക്കോ. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ്. എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞത് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹിറ വെറും സോസ് മാത്രമായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു. ആലിയ ബേബി പിന്നെ അവളെ മമ്മാനെ കഴിപ്പിക്കുകയാണ്. കുട്ടി നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡ്രീം വേൾഡ് യാത്ര. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരാം. താങ്ക്